കിൽ എന്ന ഹിന്ദി സിനിമയുടെ സ്റ്റോറി എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരു 100 ലൈക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതൊന്ന് പൂർത്തിയാക്കി തരിക. അമിത് എന്ന പേരുള്ള ഒരു ആർമി ഓഫീസറാണ് സിനിമയിലെ മെയിൻ ക്യാരക്ടർ. അയാളുടെ ഫ്രണ്ട് വീര. ഇവർ രണ്ടുപേരും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലെ അംഗങ്ങളാണ്. അമിത്തിൻ്റെ ഗേൾഫ്രണ്ട് തുലികയെ മറ്റൊരാളുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചതായി അമിത് അറിയുന്നു. ഫംഗ്ഷൻ ദിവസം അമിത് അവളുടെ വീട്ടിലേക്ക് പോയിട്ട് കൂടെ ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇറങ്ങി വന്നാൽ വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവനോട് തിരിച്ചു പോകാൻ വേണ്ടി അവൾ പറയുന്നു. സംഭവം അവളുടെ അച്ഛൻ അവിടുത്തെ വലിയൊരു കോടീശ്വരനാണ്, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും സ്വാധീനമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയൊരു പേടിയുണ്ട്. പിന്നീട് അമിത്തിന് തുല്യകയുടെ ഒരു മെസ്സേജാണ് വരുന്നത്. മെസ്സേജിലെ കണ്ടന്റ് ഇന്ന് രാത്രിയിലുള്ള ട്രെയിനിൽ ഞാനും എൻ്റെ ഫാമിലിയും ഡൽഹിയിലേക്ക് പോവുകയാണെന്ന്. ഇത് കണ്ട അമിത് അതേ ട്രെയിനിൽ തന്നെ ഇന്ന് രാത്രി യാത്ര ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. അമിത് അയാളുടെ ഫ്രണ്ട് വീരയും ഈ കാര്യത്തിന് കൂടെ കൂട്ടുന്നുണ്ട്. ട്രെയിനിൽ വെച്ച് അമിത് തുല്യകയെ പ്രപ്പോസ് ചെയ്യുന്ന സീനൊക്കെ സിനിമയിലുണ്ട്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എവിടെ ആ ഒരു ഫുൾ ആക്ഷൻ രംഗങ്ങളുള്ള ഒരു ഫുൾ എ സർട്ടിഫിക്കറ്റ് സിനിമ എവിടെ? ഇതൊരു സാധാ ലവ് സ്റ്റോറിയാണല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഫനി എന്നൊരു ചെറുപ്പക്കാരനെ നമുക്ക് സിനിമയുടെ തുടക്കത്തിൽ കാണാം. അയാളും ഇതേ ട്രെയിനിൽ തന്നെയാണ് ഉള്ളത്. സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുക അതൊരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ ട്രെയിനിൽ എവിടെയോ പോകുന്നു, അതിനിടയിൽ അച്ഛൻ്റെ കൂളിരുന്നോ, നീ എവിടെയുള്ളത്, ഏത് കമ്പാർട്ട്മെൻറ്റിലാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അയാളുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ആശിഷ് വിദ്യാർത്ഥിയാണ്. പെട്ടെന്ന് ട്രെയിനിനകത്തുള്ള ഒരാൾ മൊബൈൽ ജാമറുകൾ ഓണാക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ആ ട്രെയിനിനകത്തുള്ള എല്ലാവരുടെയും ഫോണിലെ സിഗ്നൽ കട്ടാകുന്നു. ശരിക്കും ഈ ഫനിയും അയാളുടെ അച്ഛനൊക്കെ ഈ ഒരു ട്രെയിൻ കൊള്ളയടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കള്ളന്മാരായിരുന്നു. കൂടാതെ അവരുടെ സംഘത്തിലുള്ള ഒരുപാട് പേർ ഓൾറെഡി ട്രെയിനിനകത്തുണ്ടായിരുന്നു. അതിനുശേഷം അവർ ട്രെയിനിനകത്തുള്ള എല്ലാവരുടെയും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്നു. അതുപോലെ തന്നെ സ്വർണം, അവരുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും അവർ പിടിച്ചു വാങ്ങുന്നു. അതിനിടയിലാണ് വാഷ്റൂമിലേക്ക് പോയ തുല്യകയുടെ അനിയത്തി ഹാനയെ കാണുന്നില്ല എന്ന കാര്യം അമിത് അറിയുന്നത്. ഹാന ഇതൊക്കെ കണ്ട് പേടിച്ച് മറ്റൊരു കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ അമിത് കൊള്ളക്കാരിൽ ഒരാളെ കൊലപ്പെടുത്തുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ കൊള്ളക്കാരെല്ലാവരും കൂടി അമിത്തിനെ ആക്രമിക്കുന്നു. അതിനിടയിൽ ഫനി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സിനിമയിൽ കണ്ട ഒരു ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞില്ലേ, അയാൾ തുലികയെ കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം ട്രെയിനിൽ പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഈ ഒരു കാര്യം കണ്ട് വാവിട്ട് കരയുന്ന അമിത്. അവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, കിൽ. പിന്നെ അങ്ങോട്ട് പടം മുഴുവനായിട്ട് എക്സ്ട്രീം വയലൻസ് ഉള്ള ആക്ഷൻ രംഗങ്ങളാണ്. പല എക്സ്ട്രീമായ രീതിയിലൂടെ ആ കൊള്ളക്കാരെ മുഴുവനായി അമിത് ഇല്ലാതെയാക്കുന്നു. ആശിഷ് വിദ്യാർത്ഥിയുടെ മുഖത്ത് തീ കൊളുത്തുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ ആയിപ്പോയി, ഇത്രയും ഭീകരം. സിനിമയുടെ അവസാനം കൊള്ളക്കാരെ എല്ലാവരെയും ഇല്ലാതാക്കിയതിന് ശേഷം ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങുന്ന അമിത് ആ സ്റ്റേഷനിലുള്ള ഒരു ബെഞ്ചിലിരിക്കുന്നു. അയാളുടെ ദേഹത്ത് മൊത്തം മുറിവും ചോരയും ഒക്കെ ഉണ്ട്. അപ്പോഴേക്കും ആ സ്റ്റേഷനിലേക്ക് ഒരു കൂട്ടം പട്ടാളക്കാർ വന്നിരുന്നു. അമിത്തിന് മരിച്ചുപോയ തുല്യക അയാളുടെ കൂടിയിരിക്കുന്നത് പോലെ തോന്നുന്നു. സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമയുടെ കഥയിൽ ഞാൻ പറയാതെ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. കാരണം ഈ സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കഥയിലല്ല, ഈ സിനിമയുടെ ആക്ഷനിലാണ്. ആക്ഷൻ രംഗങ്ങൾ വിശദീകരിച്ച് പറയാന്നുള്ളത് അതും ഒരു ബുദ്ധിമുട്ടാണ്. ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ സിനിമയുടെ മെയിൻ പ്ലോട്ടിലേക്ക് എത്താൻ സിനിമ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതൊരു നെഗറ്റീവാണ്. ബാക്കി എല്ലാ കാര്യവും സിനിമയിൽ ഒന്നിനൊന്നിനും മെച്ചം തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആക്ഷൻ രംഗങ്ങൾ, ഫുൾ വയലൻസ്. പിന്നെ എടുത്തു പറയേണ്ടത് അമിതായി അഭിനയിച്ച ലക്ഷ്യ, പിന്നെ അതുപോലെ തന്നെ ഫനിയായിട്ട് അഭിനയിച്ച രാഘവ്. ഇവരൊക്കെ അവരുടെ ഭാഗങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക.